ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കുന്നത് ബ്രെഡ് പിസയാണ്. വളരെ എളുപ്പത്തിൽ തവയിൽ വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് 4 പീസ് ബ്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് തവയിൽ വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. 2 വശവും ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. ഇതിപ്പോൾ ഇങ്ങനെ ചൂടാക്കുമ്പോഴത്തേക്കിന് ബട്ടറൊന്നും ആദ്യം തേച്ച് കൊടുക്കണ്ട, അതിന് ശേഷം മതി. ആദ്യം 2 വശവും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു വശം ചൂടായിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 വശവും ചൂടായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിത് 2 വശവും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അകവശം ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഓരോ ബ്രെഡ് പീസിലേക്കും ഞാനിവിടെ പിസ്സയുടെ സോസാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. പിസ്സ സോസ് ഇല്ലെങ്കിൽ നമുക്കൊരു ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. പിസ്സ സോസാണ് നല്ലത്. എല്ലാ പീസിലും പിസ്സ സോസ് നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കമാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ 3 കളറിലുള്ള ക്യാപ്സിക്കമാണ് ആദ്യമായിട്ട് വെച്ച് കൊടുക്കുന്നത്. ക്യാപ്സിക്കത്തിൻ്റെ കൂടെ ക്യൂബ്സ് ആക്കിയ ഓണിയൻ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചീസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തവയിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. പിസ്സ തയ്യാറാക്കാനായി തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തവ ചൂടായി വന്നിട്ടുണ്ട്. ഇനി പാനിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരണം. എല്ലാ ഭാഗത്തും ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് വെച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ 4 പീസ് ബ്രെഡ് പിസ്സ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരുവിധം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഒരു 3 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പിസ്സ വേണ്ടപ്പോഴൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. തവയിൽ വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് പിസ്സ റെഡിയാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം.